നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് വഴി എൻട്രി ലഭിച്ച മത്സരാർത്ഥികൾ കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രകടനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബിഗ് ബോസിനകത്ത് നിലവിൽ ആദ്യം കയറിയ ആൾക്കാരും പിന്നീട് പുറത്തു നിന്നുകൊണ്ട് ഇതിലെ ഗെയിം വീക്ഷിച്ചുകൊണ്ട് എത്തരത്തിലൊക്കെയാണ് ഇവരുടെ ഇതിനകത്തുള്ളവരുടെ ന്യൂനതകൾ എന്തൊക്കെയൊന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയും കൂടി കയ്യിലെടുത്തുകൊണ്ടാണ് അകത്തേക്ക് ആളുകൾ എത്തിയിരിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള മനുഷ്യരാണ് അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ വളരെ മോശമായ ഒരു പ്രസ്താവന അഭിഷേക് ശ്രീകുമാർ നടത്തിയിരിക്കുന്നു. അത് ക്യൂർ വിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്. സമൂഹത്തിൽ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള അഭിഷേകിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് ഈ അഭിഷേക് ശ്രീകുമാർ നടത്തിയത്. അപ്പോൾ ഓർക്കുക, അഭിഷേക് രണ്ടുപേരുണ്ട്. അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപുമാണ് ഇതിനകത്ത് ഉള്ളത്. അഭിഷേകുമാരെ എനിക്ക് തന്നെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ ഈ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി മെനിനിസ്റ്റായ ഒരു വ്യക്തിയാണ്. പുരുഷാധിപത്യ പ്രവണതയെ സപ്പോർട്ട് ചെയ്യുന്നു. പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്. എത്രയോ നല്ല കാര്യങ്ങൾ, എത്ര നല്ല ആലോചനകൾ, എത്ര നല്ല തോട്ടുകൾ നൽകുന്ന പുരുഷന്മാരുണ്ട്. അവരെ ഒന്നുമല്ല നോക്കുന്നത്. ഈ സമൂഹത്തിലെ ടോക്സിക് ആയിട്ടുള്ള പുരുഷന്മാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ളവരെ നമ്മൾ മെനിനിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. മെനിനിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് സംസാരിച്ചത്. അദ്ദേഹം അതങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണം എന്നുള്ളത് സ്ക്രീൻ സ്പേസ് കിട്ടുക, ക്യാമറ കൂടുതലായിട്ട് അദ്ദേഹത്തിലേക്ക് വരിക, അദ്ദേഹത്തിൻ്റെ പരാമർശം സോഷ്യൽ മീഡിയ നന്നായി ചർച്ച ചെയ്യുക. അപ്പം ഞാനൊക്കെ ഇപ്പോൾ ഇതാണല്ലോ എടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ നിന്നുകൊണ്ട് കപ്പിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ പോകുവാനും ഇതര മനുഷ്യരെ പ്രകോപിപ്പിക്കുകയും അവർ പ്രകോപിപ്പിച്ച എത്തരത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്, അപ്പോൾ അവരങ്ങ് ഔട്ടാവുകയും ചെയ്യും. അത്തരം ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നപ്പോൾ തന്നെ അത് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേരളത്തിൽ കൂടുതലും ഉള്ളത് ഒരു മെനിനിസ്റ്റ് ആലോചനയുള്ള സമൂഹങ്ങളാണ് ഉള്ളത്. അത് ഈ മെനിനിസ്റ്റ് ആലോചനകളുള്ളത് പുരുഷന്മാരിൽ മാത്രമല്ല, അത് സ്ത്രീകളിലും ഒക്കെ ഇതുണ്ട്. അപ്പം അദ്ദേഹം ആദ്യമേ അവിടെ കടന്നു വന്ന് ഇപ്പോൾ കുറേ പേര് ഒരു വെറുപ്പിക്കൽ തരംഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരെല്ലാം അങ്ങ് നേരിട്ട് ഹിറ്റ് ചെയ്തു. അവരെ അങ്ങ് ഹിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ ടോക്സിക് മനുഷ്യന് ഒരുപാട് സുഹൃത്തുക്കളെ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നുമാണ് അദ്ദേഹം ഈ നോമിനേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു പരാമർശം നടത്തിയത്. എന്തായാലും ഏഷ്യാനെറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ നിലപാടായിട്ട് അവരതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം അവരൊരു ക്യൂർ അലി ആയിട്ടുള്ള ഒരു ചാനലായിട്ടാണ് എന്നും നിന്നിട്ടുള്ളത്. ഇതുവരെ ഇപ്പം റിയാസ് സലീമിനെയും നാദിറയും ഒക്കെ നമുക്ക് തന്നത്. പിന്നെ അതുപോലെ തന്നെ ക്യൂർ സപ്പോർട്ടറായിരുന്ന ജൂനിയേഴ്സിനെയൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യൂർ അലി ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ക്യൂർ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരെ എപ്പോഴും അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് വേണ്ടി കൃത്യമായി അവരെ എൻഡ് വരെ മിക്കവാറും കൊണ്ടുപോകുന്നുമുണ്ട്. നല്ല കാൻഡിഡേറ്റുകളാണ് വരുന്നത്, അതുകൊണ്ടാണ് അവർ എൻഡ് വരെ പോവുകയും ചെയ്യുന്നത്. പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്ന തരത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവർ വളരെ പൊളിറ്റിക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ല സമൂഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ അവരെ സപ്പോർട്ട് ചെയ്യും. കാരണം അവരുടെ ആലോചനകൾ ജനാധിപത്യപരമായിരിക്കും. കാരണം ജനാധിപത്യ ധ്വംസനം നന്നായി ഏറ്റുവാങ്ങുന്ന സമൂഹമായതുകൊണ്ട് തന്നെ അവർ വളരെ ശക്തമായ രീതിയിൽ രാഷ്ട്രീയം പറയും. അത് നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ അവർ കപ്പിനടുത്ത് വരെ എത്തിയിട്ടും ഉണ്ടായിരുന്നു. നാദിറയൊക്കെ കപ്പ് കിട്ടേണ്ട ആളുകൾ തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഒരു റിസ്ക് എടുക്കുവാൻ തയ്യാറായില്ല. വളരെ ഉചിതമായൊരു തീരുമാനത്തോടെ നാദിറ പിന്മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വളരെ രസകരമായി തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാനൊക്കെ ബിഗ് ബോസിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് റിയാസ് സലീം വന്നപ്പം മുതലാണ്. ക്യൂർ അലി ആയിട്ടുള്ള റിയാസ് സലീം വന്നു, പിന്നെ നാദിറ വരുന്നു. അതുപോലെ തന്നെ ക്യൂർ സപ്പോർട്ടറായി ജുനൈസ്, അത് അദ്ദേഹം അത് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവരുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാനൊക്കെ വന്ന് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ നേരെ വിമർശിച്ച് നിന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ പക്ഷേ അതിലുള്ള ഒരു വ്യക്തി, ഒരു സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് വന്ന മനുഷ്യരെ വന്നു നിന്നുകൊണ്ട് മെനിനിസ്റ്റായ ഒരു വ്യക്തി ഇത്തരത്തിൽ അപമാനിച്ചിട്ട് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അയാളെ പുറത്താക്കാത്തത് എന്നുള്ളതാണ് എനിക്ക് അതിശയം തോന്നുന്നത്. അതായത് ഫിസിക്കലി ഒരാളെ ഉപദ്രവിക്കുമ്പോൾ മാത്രമല്ല, മെൻ്റലി മനുഷ്യരെ തകർക്കുമ്പോഴും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. ഇത് അതായത് ഒരു വ്യക്തി ഏത് വിഭാഗത്തിലാണോ ബിലോങ് ചെയ്യുന്നത് ആ വിഭാഗത്തെ തന്നെ ഏറ്റവും അധമരാണെന്നും സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് അത് ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നത്? ഇവിടെ ഏതാണ് ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്യൂർ സമൂഹങ്ങൾ എന്ത് പ്രവർത്തനമാണ് പ്രവർത്തിച്ചത്?
ഈ അടുത്ത ദിവസം കൂടി കിഷോർ ഇവിടെ നിന്ന് വിടവാങ്ങിയ ദിവസമാണിത്. ഓക്കെ, ആര് ശബ്ദമുയർത്തി? എത്ര പേര് കൂടെ നിന്നിരുന്നു? ഈ ക്യൂർ സമൂഹങ്ങളിൽ മനുഷ്യർ ഒരു ആഗ്രഹമുണ്ടെന്ന്, പ്രായം ചെന്ന് സ്വാഭാവിക മരണം അവരിൽ ഉണ്ടാകണം എന്ന് കാണുന്നതേയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ കമ്മിങ് ഔട്ട് എന്ന പ്രോസസ്സിൽ കൂടി കടന്നു പോകാത്തവരാണ്. കാരണം അവർ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ അവർ ഇവിടെ വാങ്ങിപ്പോയവരാണ്. അല്ലാതെ ഇത് വെളിപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ നിന്നും വിട വാങ്ങിപ്പോകാൻ സ്വാഭാവിക മരണം അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല. അതിനു മുൻപേ ഏതെങ്കിലും ഓടകളിലോ അല്ലെങ്കിൽ ഒരു എന്താ കയർത്തുമ്പിലോ നരമ്പ് മുറിച്ചോ ഒക്കെ അവർ സ്വയം വിട വാങ്ങിപ്പോവുകയാണ്. ആത്മഹത്യയാണ് അവർ സ്വീകരിക്കുന്നത്. അത് ഇവിടുത്തെ ഹെട്രോസെക്ച്വൽ സമൂഹങ്ങൾ കൊടുക്കുന്ന വേദനയിൽ നിന്നാണ്. അതിൽ അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഉണ്ട്. പിന്നീട് ലോകത്തെമ്പാടുമുള്ള ഏതേതൊക്കെയോ മനുഷ്യർ ഈ ഹെട്രോസെക്ച്വൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കുറച്ച് മനുഷ്യർ, വളരെ കുറച്ച് മനുഷ്യർ അവരുടെ വേദനകൾ അറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുന്ന വളരെ കുറച്ചൊരു സമൂഹം മാത്രമേ ഉള്ളൂ. അവരുടെ സമൂഹത്തിനകത്ത് പോലും ജനാധിപത്യപരമായി അവർക്ക് ഒന്നിക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിന് പിന്നിലുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരനുഭവിക്കുന്ന നിരന്തര ട്രോമ കൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ചു നിൽക്കുവാൻ പോലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റാത്ത വിധം അശക്ത സമൂഹങ്ങളാണ്. ഒന്നാമത് ഫാമിലി സപ്പോർട്ട് അവർക്കില്ല. അവർക്കൊരു വീട് കൊടുക്കുന്നില്ല. ഇപ്പോഴും ഒരു സ്വന്തമായി കമ്മിങ് ഔട്ട് പ്രോസസ്സിൽ കൂടെ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ട് വരുന്ന ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിൽ അവർ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാനായി നമ്മുടെ ടൗണുകൾ തയ്യാറായിട്ടില്ല, ഗ്രാമങ്ങൾ തയ്യാറായിട്ടില്ല. അവരെ എവിടെയെങ്കിലും ഒരു വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അവർ താമസിക്കുമ്പോൾ ഇവരെ ഐഡൻറ്റിറ്റി പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഇല്ല 3 നേരം ഭക്ഷണം, വലിയൊരു ബുദ്ധിമുട്ടായൊരു കാര്യമാണ്. തൊഴിൽ കിട്ടണം, ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ മിക്കവരും അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാരാണ്, മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ടാലൻറ്റ് കേരളത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനു മുമ്പേ ഇവർ വിട വാങ്ങുകയാണ്. ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുക. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇവരെ എത്തപ്പെടുകയും ഇവരുടെ സൗണ്ട് കൂടുതൽ ആയി രംഗത്ത് വരികയും അവരുടെ പ്രശ്നങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ അവരെ കൂടുതൽ സ്നേഹിക്കാനും, ഇത് ഇന്ത്യൻ കരിക്കുലം ചെയ്യേണ്ടതാണ്. മറിച്ച് ഈ വ്യക്തികൾ അവർക്ക് കിട്ടുന്ന അവർക്ക് എവിടെ കിട്ടുന്ന മൈക്കിൽ കൂടി അവരത് നമ്മളോട് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കുറേ പേരെ സപ്പോർട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കുറച്ചെങ്കിലും സാധിക്കുന്നുണ്ട്. അത് വലിയ ആശാവഹമായ ഒരു മാറ്റം തന്നെയാണ്. ബിഗ് ബോസ് പോലെയുള്ളൊരു വേദിക്ക് ഒരുപാട് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ വളരെ സപ്പോർട്ടോടെയാണ് ഞാനൊക്കെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു മെനിനിസ്റ്റായ അഭിഷേകിനെ അവിടെ എത്തിച്ചത്? അത് തീർച്ചയായിട്ടും നമുക്കറിയാം. അവരെ പോലുള്ളവരെ കൊണ്ടുവന്നിട്ട് ഈ ടോക്സിസിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയല്ല ബിഗ് ബോസ് ചെയ്യേണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ റേറ്റിങ്ങിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അവനവൻ്റെ റേറ്റിങ്ങിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ പ്രതിനിധാനങ്ങളെ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന എന്നത് തീർച്ചയായിട്ടും ചെയ്യും, ശരിയാണ്. പക്ഷേ അപ്പോഴും അത് ഈ സമൂഹത്തിൽ ഈ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഈ ലോകം മുന്നോട്ട് പോകുവാൻ വളരെ ശക്തമായ രീതിയിൽ പണിയെടുക്കുന്ന മനുഷ്യരാണ്. അവർ പണിയെടുത്ത പൈസയും കൊണ്ടും കൂടിയാണ്, ആ ടാക്സും കൂടി ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത്, അല്ലേ? അവരൊക്കെ തൊഴിലെടുക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും ഇവരുണ്ട്. ആ ഒരു സമൂഹത്തെ ഇത്ര അധിക്ഷേപിച്ച് അത് മുഴുവൻ മനുഷ്യ സമൂഹങ്ങളെയും ചേർത്തുകൊണ്ടാണ് പറയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ മോശം പ്രവർത്തികൾ ചെയ്യുന്ന, അതുപോലെ തന്നെ മോശം പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധാനമാണ്. അതെന്താണ്? ഇന്ത്യയിൽ മോശം സമൂഹം ചെയ്യുന്ന കുറച്ച് മനുഷ്യർ ഇവിടെയുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുറൂട്ടം മനുഷ്യരുണ്ട്. അങ്ങനെ ഉണ്ടോ ഇവിടെ? അങ്ങനെ ഒരു വേർതിരിവ് ഞാൻ കണ്ടിട്ടില്ല. അത് നിങ്ങളുടെ കണ്ണിലാണ് അങ്ങനെ ഉള്ളത്, അഭിഷേകിനെ പോലെ ഉള്ളവരുടെ കണ്ണിലാണ്. എന്നിട്ട് അതിൽ നിന്ന് മോശം സമൂഹത്തിൽ നിന്ന് കടന്നു വരുന്ന അതാരാണ്? ക്യൂർ സമൂഹങ്ങളാണോ? ഒരു മോശം കാര്യങ്ങളാണോ ചെയ്യുന്നത്? എന്ത് മോശം കാര്യം ചെയ്തുകൊണ്ടാണ് അവർ എത്ര പേരാണ് ക്രിമിനലുകളായിട്ട്, കുറ്റവാളികളായിട്ട് ജയിലിനകത്ത് കിടക്കുന്നത്? അങ്ങനെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അത് ഈ അഹങ്കരിക്കുന്ന ഹെട്രോസെക്ച്വൽ മനുഷ്യരൊക്കെ തന്നെയാണ് അതിനകത്ത് ഉള്ളത്, ഈ പറഞ്ഞ കൂടുതലും ഉള്ളത്. അപ്പം എന്ത് അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് സ്ക്രീൻ സ്പേസ് കിട്ടണം. സ്ക്രീൻ സ്പേസ് കിട്ടുവാൻ വേണ്ടി മറ്റൊരു വിഭാഗത്തെ, അതായത് ആൺ പെൺ ക്യൂർ വിഭാഗത്തെ ചവിട്ടി താത്തിക്കൊണ്ടാണ് അത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റായ പ്രവൃത്തിയാണ്. കൂടെ ജീവിക്കേണ്ട സമൂഹത്തെ ഫ്രണ്ട്ലി ആയിട്ട് കാണാതെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് നിങ്ങൾ കപ്പിലേക്ക് പോകുന്നെന്നുണ്ടെങ്കിൽ അത്തരം ടോക്സിസിറ്റിയെ ബിഗ് ബോസ് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാത്തരം മനുഷ്യരെയും തുല്യ
സമൂഹങ്ങളായിട്ട് പരിഗണിക്കുവാനുള്ള വേദിയായ ഒരു ഡെമോക്രാറ്റിക് ഇടമാക്കി അതിനെ മാറ്റിയെടുക്കുവാനാണ് ബിഗ് ബോസ് ശ്രമിക്കേണ്ടത്. ഇത്തരം ടോക്സിക് മനുഷ്യരെ അല്ല കൊണ്ടുവരേണ്ടത്. അല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ടോക്സിക് മനുഷ്യരെ കൊണ്ടുവന്ന് അവരുടെ ക്രിമിനൽ മെൻറ്റാലിറ്റി ഇവിടെ കൊണ്ടുവന്ന് അവരെ മാനസികമായിട്ട് തകർക്കുന്ന ഈ പ്രവൃത്തിയും റോക്കി സിജോയെ തല്ലിയതുപോലെ തന്നെയുള്ള ഒരു പ്രവൃത്തിയാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് മെൻ്റലി പീഡിപ്പിക്കുന്നതും മെൻ്റലി ട്രോമയിലേക്ക് തള്ളിയിട്ട് ട്രിഗർ ചെയ്യുന്നതും. അതുകൊണ്ട് ഈ ബിഗ് ബോസ് സീസണിൽ നിന്നും അഭിഷേക്, ശ്രീകുമാറിനെ പോലെയുള്ള കാൻഡിഡേറ്റുകളെ മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവർ കൊടുക്കുന്ന ടോക്സിസിറ്റി വളരെ എളുപ്പം സമൂഹം സ്വീകരിക്കും. നമ്മുടെ സമൂഹത്തിൽ തെറ്റായ വാസനകൾ, തെറ്റായ ആശയങ്ങൾ ശരി എന്ന രൂപത്തിലേക്ക് പാരസെറ്റമോൾ നൽകുന്ന രീതിയിൽ നൽകുവാൻ കേപ്പബിലിറ്റി ഉള്ള സമൂഹങ്ങളാണ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അവരിൽ നിന്നൊരു വ്യക്തിയെ ഈ വേദിയിൽ കൊണ്ടുവരുന്നത് കുട്ടികൾക്കിടയിലും അതുപോലെ പൊതുസമൂഹത്തിനിടയിലും ടോക്സിക് പ്രവണത വർദ്ധിപ്പിക്കുവാനേ ഉതവുകയുള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസ് ഈ സീസണിൽ നിന്നും അദ്ദേഹത്തെ പോലെയുള്ളവരെ മാറ്റി നിർത്തുകയാണ് വേണ്ടിയത്. അത് മറ്റുള്ളവരുടെ മാനസിക ആരോഗ്യം തകർക്കുക തന്നെ ചെയ്യും. ക്യൂർ സമൂഹത്തിൽ നിന്നും പ്രതിനിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ വന്നുകൊണ്ടിരിക്കുന്നവരെ വളർത്തിയെടുക്കുക, മറിച്ച് അവരെ പിഴുതു മാറ്റുന്ന പ്രവൃത്തി അല്ല ചെയ്യേണ്ടത്. ഹെൽത്തും വെൽത്തും പ്രബലതയും ഞങ്ങൾ കൈവശം വെച്ചോളാം എന്നുള്ള ഫെമിനിസ്റ്റ് പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാതെ ഒരു ഡെമോക്രാറ്റിക് ഇടമായി ബിഗ് ബോസ് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.